കണ്ടിക്ക് ഞാൻ കേട്ടോ. കണ്ടിക്ക് ഞാൻ. ആരെ എന്തിന്? ഓക്കെ ഇനി കണ്ടിക്ക് ഞാൻ നോക്കിയോളി. ഒട്ടായോ? എനിക്ക് പേടിയാവുന്നു. എന്താണിപ്പോ ജോലിക്ക് നേരെ പോകണ്ടോ? സന്തോഷമായിരിക്കാണ് എല്ലാവരും അല്ലേ? വേണ്ട നിങ്ങളൊക്കെ ഇരിക്കും. അല്ല എനിക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ലല്ലോ. എന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കല്ലേ. നിങ്ങളൊക്കെ ഇരിക്കും. നിങ്ങളൊക്കെയാണ് ഇരുന്ന് ജോലി ചെയ്യേണ്ടത്. എന്തിനെവിടെ വന്നിരിക്കുന്നതാണ്? 10-20 വർഷം കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ജോലി ചെയ്താണ് KSRTC ഡ്രൈവറായിട്ട്. എന്നെയാണ് പിടിച്ച് പുറത്താക്കിയത്. തെറ്റ് ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇത് ജോലി ചെയ്യണം. അറിയാലോ. പിന്നെ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നത് അവിടെ? നിങ്ങള് ഒക്കെ കത്തിക്കുന്നതാണ്. ശീതലേട്ട സത്യം പറഞ്ഞ ഞാനും സത്യേട്ടനും ശീതലേട്ടനും ജാമ്യം കിട്ടാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഒരുപാട് വഴിപാട് നടത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല ശീതല, നമ്മളിപ്പോ നിരപരാധിയായിട്ടുള്ള ഒരാളെ ലോക്കപ്പിൽ അടച്ചതിന്റെ പേരിൽ നമ്മുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ധർണ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മുരുകൻ വന്ന് പറഞ്ഞു എന്നോട്. ഏത് മുരുകൻ? ഡ്രൈവർ മുരുകനായിരിക്കും. അല്ല, പളഞ്ഞി മുരുകൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മുരുകൻ നേരിട്ട് എന്നോട് വന്ന് പറയാണ്, നിങ്ങൾ രണ്ടാളും വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടേണ്ടത് എന്റെ കാര്യത്തിന് കേട്ടോളി. ഇനി കൂടുതൽ കിടന്ന് നെകളിക്കാന്ന് കണ്ട ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. മണ്ടോതിരി വന്നവിടെ? ഇല്ല അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. അവള് വന്നിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ അവള് പറഞ്ഞില്ല അവളിവിടെ വന്നു. അവളെങ്കിൽ ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ആര്? എന്റെ ഭാര്യ മണ്ടോതിരിയാ? ഭാര്യ വന്നു അല്ലേ? വന്നു. എന്താ അങ്ങനെ മാറ്റി പറയുന്നത്? ഇതല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പേര് നമുക്ക് ഓർത്തു വെക്കില്ലല്ലോ. ഓർത്ത് വയ്ക്കാത്തത് എന്റെ ഭാര്യയാണെന്നുള്ള അറിയാലോ. പിന്നെ വരുമ്പോ അതങ്ങോട്ട് പറഞ്ഞ പോലെ അങ്ങനെ കിടന്നിട്ട് അഭിനയിക്കണമെന്നാണ് താൻ നോക്കി. എവിടെയൊക്കെ കുത്തി ചേച്ചാന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ല പോയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറയും. കറക്റ്റ് മറുപടി പറയും. തകർത്തിട്ട് പോണ് ഞാൻ കളം നായ്ക്കളെ വന്നിരിക്കുന്നു. വലിയ ഡിപ്പോക്കാര്. ഇതെന്താണ് അനൗൺസ് അല്ല? ശരിയാക്കി തരാം. അതെ, ഈ ഡിപ്പോന്ന് യാത്ര പോകാനിരിക്കുന്ന മാന്യന്മാരായിട്ടുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, ഇനി ഒരൊറ്റ ബസ് ഈ ഡിപ്പോന്ന് പോവില്ല. വെറുതെ ഇവിടെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കാണ്ടേ മറ്റേ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി കളം നായിക്കളെ. എന്താണ് എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ നീ കൈ കാലിട്ട് കാണിക്കുന്നു ഇവിടെ? ഒന്നിനിവിടെ വാഴ്ത്തില്ല ഞാന്. ഓക്കെ കണ്ടിക്ക് ഞാൻ. ഏത് കയറാന്നാ പറഞ്ഞു? അത് ശരി. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും സാറിന് മനസ്സിലായിട്ടില്ല അല്ലേ? സാർ ഇത് KSRTC ബസിന്റെ ഡോർമ കെട്ടിയിട്ടില്ലേ വലിച്ചടക്കാൻ? ആ കയറാണത്. ആ കയറ് പരിചാതാ. ഞാൻ SI ആവുന്നതിന് മുമ്പ് KSRTC ബസ്സിൽ സ്ഥിരം യാത്രക്കാരനായിരുന്നു. ഞാൻ ബസ് കയറിയ ഡോറിന്റെ അടുത്തിരിക്കില്ല, അവിടെ ഇരുന്ന പെട്ടു. ഏതെങ്കിലും സ്റ്റോപ്പിൽ ബസ് നിർത്തിയാൽ നമ്മൾ ലോക്ക് പിടിച്ച് ഡോറ് തുറന്നു കൊടുക്കണം. ആള് കയറി കഴിഞ്ഞാലോ കയറ് പിടിച്ച് അടയ്ക്കും വേണം. ഇതൊരു തൊഴിലാണേ. അതിപ്പോ യാത്രക്കാർ ചെയ്യണമല്ലോ സാറേ. ഇപ്പൊ കണ്ടക്ടർ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളോട് ആജ്ഞാപിക്കും, ഹലോ ഡോർ അടക്കുന്നു. സത്യത്തിൽ ഇയാൾ ഒരാളുടെ ജോലിയാണ് അർത്ഥേക്കണ. സാറേ, ഈ കയറെന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ ഒരു കിളിയാണ്. ഈ കയറില്ലെങ്കിൽ അവിടെ ഒരു കിളീനെ നിർത്തി ശമ്പളം കൊടുക്കേണ്ടി വരും. നമ്മുടെ KSRTCയുടെ ഒരു ഗതികേടേ. റിമോട്ടിലൊന്ന് കയ്യമർത്തിയ ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റ് പോണ കാല. പക്ഷെ KSRTCയുടെ ഡോർ അടയ്ക്കാൻ ഇപ്പോഴും കയറും. ഡോറ് തന്നെ സീറ്റിന്റെ കുഷ്യൻ കയറി കിടന്നിട്ട് ചന്തിയിൽ സ്പ്രിങ് കയറി എന്ന് പറഞ്ഞ എത്ര കേസ് ഇവിടെ വന്നേക്കണ്. അത് പോട്ടെ. ഇയാള് കത്തിയായിട്ട് പോയിട്ട് എത്ര ബസ്സിന്റെ കയറെടുത്തുന്നാ പറഞ്ഞേ? സാറേ, ഞാൻ ഡിപ്പോ ചെന്ന് നോക്കണ സമയത്ത് ഒരു 22 ബസ് അവിടെ കിടന്നിരുന്നു. ആ 22 ബസ്സിന്റെ കയറി ഞാൻ കട്ട് ചെയ്തു. പ്രതിഷേധം. താൻ ഇങ്ങനെ ജാമ്യം കിട്ടി ഇവിടുന്ന് പോയാലുള്ളൂ. വീണ്ടും ഇതുപോലെ വരെ കുരുത്തക്കട ഒപ്പിച്ച് വരിക. എന്റെ കയ്യിലെ കുറിച്ച് കാണും. അത് സാറേ, ഈ 22 ബസ്സിന്റെ കയറ് മുറിച്ചെടുത്തല്ല, അത് കാരണം അത് ഓടാത്തതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് അറിഞ്ഞപ്പോ മനസ്സ് വിഷമിച്ച് ആ മുറിച്ചെടുത്ത കയറി തന്നെ കെട്ടിത്തൂങ്ങി ചാവാൻ ശ്രമിച്ചു. അത് ശരി. അപ്പൊ ഇനി ആത്മഹത്യാ ശ്രമത്തിന് വേറെ കേസ് വായിക്കേണ്ടി വരും കഴിക്കാതിന്. എന്നിട്ട് ഇതിന്റെ കഴുത്തിൽ പാടൊന്നും കാണാനല്ലല്ലോടാ. പാടൊന്നുമില്ല സാറേ. അപ്പൊ ഇയാള് കൈ കെട്ടി തൂങ്ങിട്ടാണോ ചാവാൻ പോയെ?
അല്ല സാറേ, ഞാൻ ഈ കയറ് കെട്ടിയിട്ട് എൻ്റെ തല അങ്ങോട്ട് കെട്ടിലേക്ക് ഇടാൻ നോക്കിയ സമയത്ത് എനിക്ക് ചെറിയൊരു ദാഹം ഉണ്ടായി. അപ്പം എന്നാൽ തിരി വെള്ളം കുടിക്കാലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഈ കയറിങ്ങനെ ഊരിയിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ താഴ്ന്ന് വെള്ളം എടുക്കാൻ അങ്ങനെ നോക്കിയെന്നല്ല, കയറ് പൊട്ടിയിട്ട് നിലത്തേക്കാ വീണു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് സാറേ. സത്യം പറഞ്ഞ KSRTC-നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഇയാള് ചാകാത്തതിന് KSRTC-നോട് നന്ദി പറയുന്നത് എന്തിനാ? അല്ല, KSRTC-യുടെ ഈ ദ്രവിച്ച കയറി കെട്ടി തൂങ്ങിയോണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. മറിമായം